ഇതുവരെയില്ലാത്ത സംഭവ വികാസങ്ങളാണ് ബി ജെ പിയിൽ സംഭവിക്കുന്നത്. പലതും കണ്ട് ബി ജെ പിയുടെ നെഞ്ചു പൊട്ടുകയാണ്. ഏതായാലും ഈ രംഗം കണ്ടാൽ ബി ജെ പിയുടെ ഹൃദയം തകർന്ന് തരിപ്പണമാകും. RSSന്റെ പരമ്പരാഗത വേഷം ധരിച്ചെത്തി ബി ജെ പി നേതാവ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ ബി ജെ പിയുടെ അവസ്ഥയോ ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. കർണാടകയിലെ ബാഗൽകോട്ടിലാണ് സംഭവം ഉണ്ടായത്. ബി ജെ പി നേതാവായ നിഗംബസപ്പയാണ് RSSന്റെ വേഷം ധരിച്ച് കോൺഗ്രസ് വേദിയിലെത്തി അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി സംയുക്ത പാട്ടീലിന്റെ പ്രചരണ സമ്മേളനത്തിലാണ് അസാധാരണമായ സംഭവമുണ്ടായത്. RSSന്റെ പരമ്പരാഗത വേഷത്തിലെത്തിയ നിഗംബസപ്പ കോൺഗ്രസ് തൊപ്പിയും ഷാളും ധരിച്ചാണ് പാർട്ടി മാറിയതായി അറിയിച്ചത്. ഇദ്ദേഹം RSS തൊപ്പി മാറ്റി കോൺഗ്രസിന്റെ വെള്ള തൊപ്പി ധരിക്കുകയായിരുന്നു. നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് RSSൽ പ്രവർത്തിച്ചിരുന്ന നിഗംബസപ്പയും അനുയായികളും BJP വിട്ടത്. സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മന്ത്രി ശിവാനന്ദ് പാട്ടീൽ, മുൻ MLA SG നഞ്ചയന്മഠം, മുൻ മന്ത്രി BR യവഗൽ, മറ്റ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 30 വർഷത്തോളം RSSലായിരുന്നു നിഗംബസപ്പ. എന്നാൽ സമീപകാലത്ത് നടന്ന ചില അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹം ഇന്ന് കോൺഗ്രസിലെത്തിയത്. എന്നാൽ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാനാണ് നിഗംബസപ്പ RSS യൂണിഫോം ധരിച്ച് കോൺഗ്രസിൽ ചേർന്നതെന്ന് പ്രാദേശിക BJP നേതാക്കൾ പറയുന്നുണ്ട്. അതേസമയം രാജസ്ഥാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ സീതാറാം അഗർവാൾ BJPയിൽ ചേർന്നതും ശ്രദ്ധേയമായി. BJPയിൽ ചേരുന്നതിനായി സംസ്ഥാന കോൺഗ്രസിലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും സീതാറാം അഗർവാൾ രാജിവെച്ചിരുന്നു. തനിക്ക് കോൺഗ്രസിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടെന്നും കുടുംബം പോലും സന്തുഷ്ടരായിരുന്നില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. BJPയോട് പ്രതിബദ്ധത പുലർത്തുമെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 2018ലും 2023ലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയ്പൂരിലെ വിദ്യാധർ നഗർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അഗർവാൾ BJPയുടെ ദിയ കുമാരിയോട് പരാജയപ്പെട്ടിരുന്നു. മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ അടുത്തയാളാണ് ഇദ്ദേഹം. അതേസമയം കോൺഗ്രസ് നേതാവും AICC അംഗവുമായ ജഹൻ സാഹിബ് സിർവാൾ BJPയിൽ ചേർന്നതും ശ്രദ്ധേയമായി. വ്യാഴാഴ്ച ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തി പാർട്ടി അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. 2014ൽ കോൺഗ്രസിലെത്തിയ ജഹൻ സാഹിബ് സിർവാൾ അടുത്തിടെയാണ് AICC അംഗമായത്. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരി, നാഷണൽ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ എന്നിവർ ജഹൻ സാഹിബ് സിർവാളിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. BJPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ കോൺഗ്രസ് പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സിർവാൾ വിമർശിച്ചിരുന്നു. ഏതായാലും നേതാക്കൾ പരസ്പരം പാർട്ടി വിട്ട് ചാടുന്നത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ഇനിയെല്ലാം കണ്ടു തന്നെ അറിയാം.